ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും വീറും വാശിയും ഏറിയ പോരാട്ടം നടന്ന ഒരു മണ്ഡലമുണ്ട്. വടകര പാർലമെന്റ് മണ്ഡലം. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ എന്തായിരിക്കും റിസൾട്ട് എന്നായിരിക്കും കേരളത്തിലെ രാഷ്ട്രീയ താല്പര്യമുള്ള രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള മുഴുവൻ ആളുകളും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. എന്താണ് വടകരയിലെ ഏറ്റവും ഒടുവിലെ വിലയിരുത്തലുകൾ എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കനത്ത പോളിംഗ് ആണ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. പോളിംഗ് കഴിഞ്ഞു 6 മണി കഴിഞ്ഞിട്ടും രാത്രി 9:30 മണി കഴിഞ്ഞിട്ടും വടകരയിലെ ചില ബൂത്തുകളിൽ വോട്ടെടുപ്പ് കഴിഞ്ഞിട്ടില്ല. അത്രയുമധികം ജനങ്ങൾ കൂട്ടത്തോടെ വന്ന് വോട്ട് ചെയ്ത വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ആർക്കായിരിക്കും വിജയസാധ്യത എന്നാണ്. ഇപ്പോൾ ഞാൻ 1-2 വടകരയിലെ ആളുകളോട് സംസാരിച്ചപ്പോൾ കഴിഞ്ഞ തവണ പി ജയരാജന് വോട്ട് ചെയ്ത കെ മുരളീധരനും പി ജയരാജനും തമ്മിൽ മത്സരിച്ച 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പി ജയരാജന് വോട്ട് ചെയ്ത ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഇത്തവണ ഞങ്ങളുടെ വോട്ട് ഷാഫി പറമ്പിലിനാണ്. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയും ഇടതുപക്ഷക്കാരനായിട്ടുള്ള വ്യക്തി തന്നെ ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് ഷാഫി പറമ്പിലിനാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ഷാഫി പറമ്പിലിനാണ് ഇത്തവണ ഞങ്ങൾ പ്രത്യേകിച്ച് കാരണമൊന്നും പറഞ്ഞില്ല, ഞങ്ങൾ വോട്ട് ഇപ്പോൾ ഷാഫി പറമ്പിലിനാണ്. അങ്ങനെ ഒരു ട്രെൻഡ് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ പുതിയ തലമുറയിലെ രാഷ്ട്രീയക്കാർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ തുടക്കത്തിൽ പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞത് കാരണം 2-3 കാര്യങ്ങളുണ്ട്. വടകര ഒരു CPM കോട്ടയാണ്. അവിടെ ഈ TP ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ RMP ഉണ്ടാകുന്നതുവരെ അത് CPM ഉരുക്കുകോട്ടയാണ്. പിന്നീട് RMP ഉണ്ടായതിനു ശേഷവും TPയുടെ കൊലപാതകത്തിന് ശേഷമാണ് CPM അവിടെ പ്രതിസന്ധിയിലാവുന്നതും അല്പമെങ്കിലും പിറകോട്ട് പോകുന്നതും. പക്ഷേ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഏറ്റവും ജനകീയമായിട്ടുള്ള അവരുടെ സ്ഥാനാർത്ഥിയെ CPM അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നഷ്ടപ്പെട്ട വോട്ടുകളൊക്കെ തിരിച്ചു പിടിക്കാൻ, പ്രത്യേകിച്ച് ഈ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഒരു ഇത് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഷംസീറും പി ജയരാജനുമാണ് മത്സരിച്ചിട്ടുള്ളത്. ഈ രണ്ടാൾക്കും ഉള്ളതുപോലത്തെ ഇമേജ് അല്ല ശൈലജ ടീച്ചർക്ക്. അവർ ജനകീയ മുഖമാണ്. ഈ അടുത്ത് നടത്തിയ സർവേകളിലൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായിയേക്കാൾ കൂടുതൽ അവർക്കാണ് സ്വീകാര്യത ജനങ്ങൾക്കിടയിലുള്ളത്. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയിൽ മത്സരിക്കുമ്പോൾ ഷാഫി പറമ്പിനുള്ള ജയസാധ്യത കുറവാണ് എന്ന് പൊതുവെ വിലയിരുത്തിയിരുന്നു. പിന്നീട് ഷാഫി പറമ്പിൽ അവിടെ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള ജനങ്ങളുടെ വലിയ ഒരു ഒഴുക്ക്, അത് വടകരയുടെ ഒരു പ്രത്യേക സ്വഭാവം കൂടിയാണ്. ആ രീതിയിൽ ജനക്കൂട്ടം ഷാഫി പറമ്പിലിന്റെ ഓരോ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും കാണാനിടയായിരുന്നു. അപ്പോഴും നമ്മളൊക്കെ പറഞ്ഞത് അവിടെ ശൈലജ ടീച്ചർക്ക് അനുകൂലമായി, പ്രത്യേകിച്ച് സ്ത്രീ വിഭാഗങ്ങളുടെ വോട്ട് അവർക്ക് അനുകൂലമായി അവർ വിജയിക്കുമെന്നാണ്. പക്ഷെ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഷാഫി പറമ്പിൽ അവിടെ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലൊന്നാമത്തെ കാര്യം, ഷാഫി പറമ്പിൽ ഒരു യുവാവാണ്. അദ്ദേഹം ഊർജ്ജസ്വലനായ ഒരു രാഷ്ട്രീയക്കാരനാണ്. പാലക്കാട് നിന്ന് 3 തവണ വിജയിച്ചു. BJPയെ ശക്തമായി ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്ന വളരെ ജനകീയനായ ഒരു മുഖമാണ്. അപ്പോൾ യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയൊരു സ്വീകാര്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ തലമുറക്കിടയിലും എല്ലാ ജനവിഭാഗങ്ങൾക്കിടയിലും ഒരു യുവാവാണെങ്കിൽ പോലും വളരെ പക്വതയോടുകൂടി രാഷ്ട്രീയത്തെ കാണുന്ന ഒരു നേതാവെന്ന രീതിയിൽ ഷാഫി പറമ്പിലിൻ്റെ ഒരു ഗുണം പൊതുവെ കേന്ദ്രത്തിലേക്ക് UDFന് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെന്റിനെതിരായിട്ട് നിലനിൽക്കുന്ന വലിയ ജനവികാരം, RMP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിശക്തമായി CPMനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ നിരന്തരമായ ശ്രമങ്ങൾ, അതോടൊപ്പം തന്നെ പാനൂരിൽ നടന്ന ബോംബ് സ്ഫോടനം, ഏറ്റവും ഒടുവിൽ ശൈലജ ടീച്ചർ തന്നെ അവരെ വ്യക്തിഹത്യ നടത്തുന്നു, അവർക്കെതിരെ വ്യാജമായ വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്ന നിലയിൽ ഷാഫി പറമ്പിലിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിൽ അവർ നടത്തിയ പത്രസമ്മേളനം അത് അവർക്ക് തന്നെ തിരിച്ചടിയായത്, അത് സെൽഫ് ഗോൾ അടിച്ചതുപോലെയായി. ആ രീതിയിൽ അത് പിന്നീട് ഷാഫി പറമ്പിൽ എന്നെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചു എന്ന രീതിയിൽ ഷാഫി പറമ്പിൽ അത് ആരോപിച്ചു. ഏറ്റവും ഒടുവിൽ ഇലക്ഷന്റെ തലേ ദിവസം അവിടെ വളരെ മോശമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് അത് UDF കേന്ദ്രം, അത് ഇവിടെ പറയാൻ ഞാൻ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നതല്ല, അത് വീഡിയോയിൽ പറയാൻ കൊള്ളാത്ത കാര്യങ്ങളാണ്. കാരണം അതൊക്കെ നാട്ടിൽ വലിയ രീതിയിൽ ആളുകൾക്കിടയിൽ വിഭാഗീയതയും ആളുകളെ തമ്മിൽ തല്ലിക്കുന്നവരാണ്. കാരണം വോട്ടെടുപ്പ് കഴിഞ്ഞാലും നമുക്കിവിടെ ഒരുമിച്ച് ജീവിക്കണം. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വ്യാജമായ പ്രചരണങ്ങളാണെങ്കിൽ പോലും അതിലെ വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ആ രീതിയിൽ ഷാഫിയെ ഒരു മതവിഭാഗത്തിൻ്റെ ആളായി വക്രീകരിക്കുന്ന ശ്രമം പോലും ഇടത് സൈബർ ഭാഗങ്ങളിൽ നിന്നുണ്ടായി. ഇതെല്ലാം അവസാന ഘട്ടത്തിൽ വന്നപ്പോൾ പ്രബുദ്ധരായ വടകരയിലെ ജനങ്ങൾ അത് വിലയിരുത്തിക്കൊണ്ട് UDFന് അനുകൂലമായി ചിന്തിച്ചു എന്നാണ്
ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഒടുവിലെ റിസൾട്ട് കാണുമ്പോൾ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും ഒടുവിലെ ഈ ആവേശം കാണുമ്പോൾ, അതുപോലെ തന്നെ വടകരയിലെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ജൂൺ 4 വരെ കാത്തിരിക്കാം. വടകരയിൽ ഉൾപ്പെടെ കേരളത്തിലെ ഓരോ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലും ആര് വിജയിക്കും എന്നറിയുവാൻ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു.